എനിക്ക് ഫ്രീ സോൺ കണ്ടീഷൻസ് ഞാൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് 0% ടാക്സ് ഫയലിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷനാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ടന്റിന് ഒരു പരിധി ഉണ്ടല്ലേ ഇത് ചെയ്യുന്നതിന്? അതായത് 3 മില്യന്റെ താഴെയുള്ള റവന്യൂ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ they have an option to choose this relief. ഇനി കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വെൽക്കം ടു എക്സ്പേർട്ട് അഡ്വൈസ്. ദിസ് ഇസ് ഡാന സുമൻ ആൻഡ് വിത്ത് us we have CA ജെയ്സൺ മണ്ഡപത്തിൽ ഫ്രം ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. വെൽക്കം ടു എക്സ്പേർട്ട് അഡ്വൈസ്. അപ്പോൾ നമുക്ക് അറിയാം, ഈ ഒരു ടൈം ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളുടെ ഒക്കെ നിവാരണത്തിന് വേണ്ടിയിട്ടാണ്. വി ഡിസ്കസ് അബൌട്ട് കോർപ്പറേറ്റ് ടാക്സ് മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാകും വിച്ച് ഇസ് വാലിഡ് ഫോർ ഓൺടർപ്രണേഴ്സ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് മെസ്സേജ് അയക്കുകയോ ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പർ 056693699 എന്നുള്ള നമ്പറിലേക്ക് വാട്സപ്പിലൂടെയോ കോളിലൂടെയോ നിങ്ങൾക്ക് സംശയങ്ങളുടെ ഒക്കെ നിവാരണം നടത്താം കേട്ടോ. ഓക്കെ, സോ ഒരുപാട് നാളായി നമുക്ക് ഇപ്പോൾ ഫൈനിൻ്റെ ഒക്കെ കാലാവധിയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഒരു ചോദ്യം മനസ്സിൽ കുറച്ച് നാളായിട്ടുണ്ട്. നമുക്ക് വാറ്റ് ഫയലിങ്ങിനെ കുറിച്ച് ഏകദേശം ധാരണയുണ്ട്. ബട്ട് ഹൗ ഹാർഡ് ഇസ് കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗ് കമ്പയർഡ് ടു വാറ്റ് ഫയലിംഗ്? ഡെഫിനറ്റ്ലി ഇപ്പം VAT ഫയലിങ്ങും CT ഫയലിംഗ് തമ്മിൽ നോക്കുവാണെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്, VAT ഫയലിംഗ് ഇപ്പം എല്ലാവരും ഐ തിങ്ക് ലോങ് സ്റ്റാൻഡിങ് ബിസിനസ്സസ് ആണെന്നുണ്ടെങ്കിൽ 2018 തൊട്ട് they've been doing it and they're used to it and everyone is quite aware of it. എല്ലാവർക്കും അതെങ്ങനെ ചെയ്യണ്ടേ, എത്രത്തോളം എന്തൊക്കെ ചോദ്യം വരുന്നതെന്ന് എല്ലാവർക്കും ഏകദേശം അറിയാം. പ്ലസ് ഇറ്റ്സ് ജസ്റ്റ് എ 1-page റിട്ടേൺ. ബട്ട് നൗ when we are moving to corporate tax, നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിലോട്ട് നീങ്ങുവാണെങ്കിൽ ഒറ്റൊരു പേജ് അല്ല, നമുക്ക് 8-9 പേജ് വരെ വരുന്നുണ്ട് ഇതില്. സോ ഇറ്റ് ഈസ് ക്വൈറ്റ് ലെങ്തി. നല്ല രീതി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ ഇൻപുട്ട് കൊടുക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും. നമുക്ക് VAT-ലോട്ട് വരുവാണെങ്കിൽ സാധാ എക്സ്പെൻസ് എത്രയായി, സെയിൽസ് എത്രയായി, എക്സ്പോർട്ട് എത്രയായി, ഈ ഒരു പർച്ചേസും സെയിലിന്റെ ഫിഗേഴ്സ് ആണ് നമുക്ക് കൂടുതൽ കൊടുക്കാനുള്ളത്. പക്ഷേ CT കോർപ്പറേറ്റ് ടാക്സിലോട്ട് നീങ്ങുവാണെങ്കിൽ വെറും പർച്ചേസും സെയിലല്ല, മറിച്ച് നിങ്ങളുടെ എൻറ്റയർ പ്രോഫിറ്റ് ആൻഡ് ലോസ്, എത്ര സെയിൽ ഉണ്ടായി, എത്ര ചെലവുണ്ടായി, പ്രോഫിറ്റ് എത്ര ഉണ്ടായി, പ്രോഫിറ്റിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ഐറ്റംസ് ഡിസലൗഡ് ആണോ, അതായത് ചിലപ്പം നമ്മൾ സർട്ടൻ നമ്മുടെ വീടിന്റെ ടെലിഫോൺ ബില്ലൊക്കെ നൈസായിട്ട് കയറ്റി, അല്ലെങ്കിൽ വൈഫൈ എക്സ്പെൻസ്, പെട്രോൾ ബിൽ, പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ കൂടുതൽ കയറ്റിയാൽ ദാറ്റ് ഇസ് ഡിസലൗഡ്. അതെല്ലാം നമുക്ക് തിരിച്ച് ആഡ് ചെയ്ത് we have to pay taxes on it. അതല്ലാതെ certain disallowed expenses are there. Not only these inputs, നമുക്ക് എസ്പെഷ്യലി ഇൻ ദിസ് ഫസ്റ്റ് ഇയർ എല്ലാ കൊല്ലം നമുക്ക് ഈ ചില എലക്ഷൻസ് ചെയ്യേണ്ടി വരും. അതായത് CT റിട്ടേൺ ഇപ്പം എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് വൺസ് ഇൻ എ ഇയർ, ഒരു ആനുവൽ ഫയലിംഗ് ആണ്. VAT നമ്മുടെ ഒരു ക്വാർട്ടർലി ഫയലിംഗ്. CT-ലോട്ട് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ആനുവൽ ഫയലിംഗ്. ഈ ആനുവൽ ഫയലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിഗേഴ്സ് ഇടുന്നതിന് മുന്നേ തന്നെ ആദ്യം വി ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ചില എലക്ഷൻസ് ചെയ്യണം. ഒരു ചില എലക്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവിടെ. ഫോർ എക്സാമ്പിൾ, വെൻ ഇറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ടാക്സസ്, ഒരു ഫ്രീ സോൺ കമ്പനി ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് എൻ എലക്ഷൻ വെദർ വി വോണ്ട് ടു ചൂസ് ഫ്രീ സോൺ റൂൾസ് ഓർ നോട്ട് ഫ്രീ സോൺ റൂൾസ്. സിംപ്ലി പുട്ട്, അതായത് എനിക്ക് ഫ്രീ സോൺ കണ്ടീഷൻസ് ഞാൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് 0% ടാക്സ് ഫയലിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷനാണിത്. മറിച്ച് ഞാനൊരു ഫ്രീ സോൺ കമ്പനി ആവാം, പക്ഷെ എനിക്കറിയാം ഞാൻ ആ കൃത്യം പറഞ്ഞ ആക്ടിവിറ്റീസ് അല്ല ചെയ്യുന്നത്, അത് കാരണം ഐ ഹാവ് ടു മേക്ക് എൻ എലക്ഷൻ ടു നോട്ട് ചൂസ് ഫ്രീ സോൺ പ്രൊവിഷൻസ്. അപ്പോൾ സാധാ 9% ഫയലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. മറിച്ച് ഞാൻ ഈ എലക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 100 കൂട്ട് ചോദ്യം മറിച്ച് വരും. വി ഹാവ് ടു മേക്ക് ഷുവർ വി ഗിവ് ഓൾ ദ ഇൻപുട്സ്. നമ്മൾ ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കും. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. എത്ര എംപ്ലോയീസ് ഉണ്ട്, ആവറേജ് നമ്പർ ഓഫ് എംപ്ലോയീസ് വരെ ചോദിക്കുന്നുണ്ട് ഈ റിട്ടേണിൽ. നമുക്ക് എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഉണ്ടായി, എത്രത്തോളം അസറ്റോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നു, ഇന്ന ഡീറ്റെയിൽസ് വരെ. പണ്ട് നമുക്ക് ഈ ESR എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നു, വിച്ച് റീസെന്റ് ദേ സ്റ്റോപ്ഡ് ഇറ്റ്. വൈ? ബിക്കോസ് നമുക്ക് ഈ കൊല്ലം തൊട്ട് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ തുടങ്ങിയപ്പോഴത്തേക്കും അതിൽ ചോദിക്കുന്ന കുറെ ഡേറ്റ എല്ലാം ഇപ്പം നിധി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡേറ്റ കളക്ഷൻ എക്സസൈസ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ചില എലക്ഷൻസ് എന്ന് വെച്ചാൽ
ഈ ഫ്രീ സോൺ പ്രൊവിഷൻസ് വേണോ വേണ്ടയോ, Mm-hmm. നമുക്ക് ഈ റിയലൈസേഷൻ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഓർ ടാക്സേഷൻ ചെയ്യണോ വേണ്ടയോ, Mm-hmm. നമുക്ക് സ്മോൾ ബിസിനസ് റിലീഫ് വേണോ വേണ്ടയോ, All right. ഫോറിൻ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് നിങ്ങൾക്കൊരു ഫോറിൻ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ Uh-huh. ആ ഫോറിൻ ബ്രാഞ്ചിന്റെ ഇൻകം നമുക്ക് ഇവിടെ ടാക്സ് ചെയ്യണോ പുറത്ത് ടാക്സ് ചെയ്താൽ മതിയോ Uh-huh. എന്ന ആ ഒരു കൺസിഡറേഷനും ആ ഒരു എലക്ഷനും നമുക്കിപ്പോൾ എടുത്തേ പറ്റും. All right. ഒരു കാര്യം ബിഫോർ വി മൂവ് ഫർദർ, നമ്മളിപ്പോൾ നേരത്തെ എക്സ്ക്ലൂഷനിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ നമ്മൾക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്, ഗസ്റ്റ് എന്റർടൈൻമെന്റ്, അങ്ങനത്തെ ബില്ലുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എക്സ്പെൻസിൽ? ദിസ് ഈസ് നമ്മൾ ഈ പറഞ്ഞ 8-9 പേജിന്റെ ഒരു സെക്ഷൻ ആണ് മാം ഇപ്പം ചോദിച്ചത് ഇവിടെ. ദാറ്റ് ഈസ് എക്സ്പെൻസസിന്റെ ഡിഡക്ഷൻസ്. കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം ദർ ആർ സർട്ടൻ എക്സ്പെൻസസ് ദാറ്റ് ആർ അലൗഡ്, അതായത് നോർമൽ ബിസിനസ് എക്സ്പെൻഡിച്ചേഴ്സ് ഫുള്ളി അലൗഡ് എക്സെപ്റ്റ് ഫോർ സർട്ടൻ നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ്. അതിൽ ഒരു ക്രൈറ്റീരിയ ആണ് ഈ എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്. നമുക്ക് എന്റർടൈൻമെന്റ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഇപ്പം ഒരു ക്ലയന്റ് ആവാം, ഒരു സപ്ലയർ ആവാം, ഒരു ബിസിനസ് പാർട്ട്ണർ ആവാം, ഇവർക്ക് വേണ്ടി നമുക്ക് ലഞ്ചിന് പോകുന്നു, ഡിന്നറിന് ഹോട്ടൽ സ്റ്റേ, അവരുടെ ഒരു എന്റർടൈൻമെന്റ്, അവർക്കുള്ള ചിലപ്പം ടിക്കറ്റ്സ് എടുക്കാം. ഇപ്പം ഹൈ എൻഡ് ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ദേ വിൽ ടേക്ക് ദം ഒരു ഗോൾഫ് കളിച്ചിട്ട് ലെറ്റ്സ് ഹാവ് എ ബിസിനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് ദേ ക്യാൻ ഹാവ് എക്സ്പെൻഡിച്ചർ ഫോർ ദം. ഇതെല്ലാം വരുന്നത് ഈ എന്റർടൈൻമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ അടിയിലാണ്. ആൻഡ് ആസ് പെർ ദി കോർപ്പറേറ്റ് ടാക്സ് റൂൾ എന്റർടൈൻമെന്റ് എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് അലൗഡ്. നമ്മുടെ നോർമൽ അക്കൗണ്ടിങ്ങിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് എടുക്കാം, പക്ഷെ ടാക്സ് പർപ്പസിന് 50% is only allowed. The remaining 50% will be added back to your profit and will be used for computing taxation. But ഇതിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഞാനിപ്പം പറഞ്ഞ ഈ എന്റർടൈൻമെന്റ് എക്സ്പെൻഡിച്ചർ, ദ പാർട്ടീസ് ഇൻവോൾവ്ഡ് ആർ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, അതർ ബിസിനസ് പാർട്ട്നേഴ്സ് എക്സെട്ര. മറിച്ച് യു മൈറ്റ് ഹാവ് എ ഡൗട്ട് ഇൻസൈഡ് സംവെയർ ദാറ്റ് സേസ് എന്റെ സ്റ്റാഫിന് വേണ്ടി ഞാനിപ്പം ഒരു എന്റർടൈൻമെന്റ് ചെയ്താലോ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈദും ഇഫ്താറൊക്കെ നമുക്ക് കഴിഞ്ഞേ ഉള്ളൂ, റമദാൻ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്റെ സ്റ്റാഫിന് വേണ്ടി ഞാൻ ഇഫ്താർ പാർട്ടി നടത്തിയാൽ സ്റ്റാഫിന് വേണ്ടി എന്ത് ചെലവ് ചെയ്താലും ഇറ്റ് ഈസ് 100% അലൗഡ്. മറിച്ച് ഞാൻ ഒരു ഇഫ്താർ പാർട്ടി എന്റെ കസ്റ്റമേഴ്സും സപ്ലൈസിനും കൊടുത്തായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി എ 50% അലവൻസ് ഓൺലി. സോ in such cases we have to see whether these details are also put into your CT return. And coming back to നമ്മുടെ corporate tax and VAT ന്റെ ഡിഫറൻസസിൽ മറ്റെന്തെങ്കിലും കൂടി ഉണ്ടോ? It is entirely different. പറഞ്ഞതുപോലെ first thing itself it's very lengthy, very detailed input they are taking, not just purchases and sales, but it goes into income, expense, ഈ ഓരോ disallowances, ഓരോ adjustment ചെയ്യണമെങ്കിൽ, ഓരോ election ചെയ്യണം, ഇങ്ങനത്തെ കുറെ ക്രൈറ്റീരിയസ് പോകുന്നുണ്ട്. Now one important election that people will have to decide is ഇപ്പം SME sector, ഒരു സ്മോൾ ആൻഡ് മീഡിയം സൈസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്മോൾ ബിസിനസ് റിലീഫ് വി ഹാഡ് ഡിസ്കസ്ഡ്, അതായത് 3 million താഴെയുള്ള റവന്യൂ ഉള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ they have an option to choose this relief, small business relief. അതും ഒരു ഓപ്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം. യു ക്യാൻ ഡു യുവർ ഫുൾ ഫയലിംഗ്. സ്മോൾ ബിസിനസ് റിലീഫ് എടുക്കുവാണെങ്കിൽ ലിമിറ്റഡ് ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ, ലിമിറ്റഡ് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്താൽ മതി. മറിച്ച് അവർ ഫൈനാൻഷ്യൽസ് ഷുഡ് ബി അവൈലബിൾ, അതും സബ്മിറ്റ് ചെയ്യണം. അപ്പൊ എന്ന് പറയുന്നത് മെനി ഇന്ററാക്ഷൻസ് ആർ ദേർ ഇൻ ദിസ് CT റിട്ടേൺ, കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിലോട്ട് വരുമ്പോഴത്തേക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ടന്റിന് ഒരു പരിധി ഉണ്ടല്ലേ ഇത് ചെയ്യുന്നതിന്? ഒരു പരിധിയുണ്ട്. കാരണം കുറെ പേർക്കൊരു ധാരണ എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയിട്ട് നമുക്ക് CT ഫയലിംഗ് ചെയ്യാമെന്ന്. പക്ഷെ അത് തെറ്റാ. ഓഡിറ്റ് റിപ്പോർട്ടിൽ അതിനെക്കാട്ടിലും ഡീറ്റെയിൽഡ് ആയ ചോദ്യമാണ് നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിൽ ചോദിക്കുന്നത്. ഇപ്പം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഫോർ എക്സാമ്പിൾ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടാവാം. പക്ഷേ ഈ എന്റർടൈൻമെന്റ് എക്സ്പെൻഡിച്ചറിൽ എന്താണ് സ്റ്റാഫിനുള്ള എന്റർടൈൻമെന്റ് എക്സ്പെൻഡിച്ചർ, എത്രയാണ് ക്ലയന്റിനുള്ള എന്റർടൈൻമെന്റ് എക്സ്പെൻഡിച്ചർ, വി വിൽ ഹാവ് ടു സ്പ്ലിറ്റ് ഇറ്റ്. മറിച്ച് ഇപ്പം അനദർ എക്സാമ്പിൾ ഓഫ് നോൺ ഡിഡക്റ്റബിൾ എക്സ്പെൻസസ്, ബിസിനസ് പ്രൊമോഷൻ എക്സ്പെൻസസ്, അല്ലെങ്കിൽ കുറെ പേര് എസ്പെഷ്യലി നമുക്ക് കോൺട്രാക്ടിങ് സൈഡിലോട്ട് കയറുവാണെങ്കിൽ, കോൺട്രാക്ടിങ് ബിസിനസ്സസ്, മാനുഫാക്ചറിങ് ബിസിനസ്സിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഈ ബിസിനസ് പ്രൊമോഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ദിസ് വുഡ് മോസ്റ്റ് പ്രോബബ്ലി ബി സെയിൽസ് കമ്മീഷൻ ഗിവൺ ടു അതർ പീപ്പിൾ. ഇറ്റ് ഈസ് എ വെരി കോമൺ തിങ്. UAE ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി കോമൺ പ്രാക്ടീസ് ആൻഡ് എവരിവൺ ഡസ് ഇറ്റ്. ബട്ട് വെൻ ഐ എം കമ്മിങ് ടു ടാക്സേഷൻ, അതൊരു allowed expense ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുമോ is a big question. Ideally it will not be allowed as a expenditure. കാരണം ഇതിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻവോയ്സ് കിട്ടുന്നുണ്ടോ,
ഇസ് ദാറ്റ് പേഴ്സൺ എ രജിസ്റ്റേർഡ് ബിസിനസ്? All right. ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി അതൊരു എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. മറിച്ച് എൻ്റെ സ്റ്റാഫിന് വേണ്ടി എൻ്റെ സെയിൽസ്മാൻക്ക് വേണ്ടി ഐ എം കീപ്പിംഗ് എ പോളിസി വിത്ത് ദം. അതായത് അവർ ഇത്രയും ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഇൻസെന്റീവ്, ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി അലൗഡ് ആൻഡ് ഇറ്റ് ഇസ് ഇൻ ലൈൻ വിത്ത് ദി കോർപ്പറേറ്റ് ടാക്സ് റൂൾസ്. All right. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. ഇറ്റ്സ് നോട്ട് എ ഡെഫിനറ്റ്ലി ഈ ഓരോ ഐറ്റംസ് നമുക്ക് പറക്കി നോക്കണം. ഇതെന്താണ് ആക്ച്വലി, ഇത് അലൗഡ് ആണോ ഡിസലൗഡ് ആണോ, ഇതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരുന്നുണ്ടോ എന്നും നോക്കണം. ഓൾ റൈറ്റ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അക്കൗണ്ടന്റുമാരുണ്ട് എങ്കിലും ചിലപ്പോൾ അക്കൗണ്ടൻസിനൊക്കെ പറ്റില്ലാതെ വന്നേക്കാം. അപ്പോൾ സോ ഇൻ കേസ് ഇഫ് യു നീഡ് ദെയർ സർവീസസ് ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ CA ജെയ്സനെ ഡയറക്ട്ലിയും കോൺടാക്ട് ചെയ്യാം. ഹിസ് നമ്പർ ഇസ് ഡിസ്പ്ലേഡ് ഓൺ സ്ക്രീൻ 056-693-6999 എന്നുള്ള നമ്പറിലാണ് ഡയറക്ട്ലി കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പും ചെയ്യാവുന്നതാണ്. ആൻഡ് സപ്പോസ് ഇഫ് എ കമ്പനി ഈസ് ഇൻ ലോസ്, അത് നല്ല നഷ്ടത്തിലാണ് എങ്കിൽ ഒരു കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? ഡെഫിനറ്റ്ലി. അതായത് ബീറ്റ് പ്രോഫിറ്റ് ബീറ്റ് ലോസ് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് ഫയലിംഗ് നിർബന്ധം തന്നെയാണ്. സോ പ്രോഫിറ്റ് ആണെങ്കിൽ വി വിൽ ഹാവ് ടു ഫയൽ ഇറ്റ്, ലോസ് ആണെങ്കിലും ഫയൽ ചെയ്യണം. ഹൗ ഡു ദി അതോറിറ്റീസ് നോ യുവർ ഇൻ ലോസ്? നമുക്ക് ഫയൽ ചെയ്തേ പറ്റൂ. അപ്പോൾ ആ ഡീറ്റെയിൽസും നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ലോസിലോട്ട് പോകുമ്പോൾ വി വുഡ് ഹാവ് ഡിസ്കസ്ഡ് ഓൾറെഡി ദാറ്റ് ലോസ് ആണെങ്കിൽ നമുക്ക് ഈ ലോസ് ഒരു ക്രെഡിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് അടുത്ത കൊല്ലം നമുക്ക് പ്രോഫിറ്റ് വരുവാണെങ്കിൽ എനിക്ക് ഈ ലോസ് എടുത്ത് ആ പ്രോഫിറ്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നെറ്റ് ഓഫ് ചെയ്യാം. ദെൻ മിച്ചം വരുന്ന പ്രോഫിറ്റിന്റെ മേളിൽ മാത്രം എനിക്ക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്താൽ മതി. So there are these certain rules and benefits available also. All right. ഈ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറയുന്നത് അതെന്താ അത്? Yes. And now transfer pricing is one of the hot topics when corporate tax came out. All right. Corporate tax വന്നപ്പോഴത്തേക്കും എസ്പെഷ്യലി പീപ്പിൾ ഇൻ ദ പ്രൊഫഷണൽ ഫീൽഡ് അവർ ആദ്യം കൺസിഡർ ചെയ്തത് ഈ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ കാര്യമാണ്. ട്രാൻസ്ഫർ പ്രൈസിങ് നല്ല സിമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെൻ യു ആർ ഡീലിംഗ് വിത്ത് റിലേറ്റഡ് പാർട്ടീസ്, അതായത് റിലേറ്റഡ് പാർട്ടീസ് ആയിട്ട് ഡീൽ ചെയ്യുവാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് യു ഹാവ് ചാർജ്, ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഫെയർ മാർക്കറ്റ് വാല്യൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ, ഫാമിലി ആവാം, കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, എനി സോർട്ട് ഓഫ് റിലേഷൻ. ഇപ്പം ഞാനൊരു ഓണർ ആണെങ്കിൽ എനിക്ക് 2 കമ്പനി ഉണ്ടാവും. ഈ 2 കമ്പനി ഇപ്പം റിലേറ്റഡ് പാർട്ടീസ് ആയി, കാരണം ദേ ഹാവ് ദ സെയിം ഓണർ, ഒരു കോമൺ ഓണർ ആവാം. ഓർ ഇറ്റ് ക്യാൻ ബി എ സിറ്റുവേഷൻ വെയർ ഇഫ് ഐ ആം ഹാവിംഗ് എ കമ്പനി, മൈ ബ്രദർ ഇസ് ഹാവിംഗ് എ കമ്പനി, again these 2 companies are related parties. Because they are owned by common shareholders or shareholders who are related to each other. ഇത് in-laws, I mean ഇതിപ്പോൾ ഡയറക്റ്റ് റിലേഷൻ, ബ്ലഡ് റിലേഷൻ, സോ ഫാമിലി നെയിം, സർനെയിം ഒക്കെ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. വാട്ട് ഇഫ് ഇൻ എ കേസ് വെർ you own a company and you are dealing with your sister-in-law or her dad's company? That is a very good question indeed actually. ഇതിനു വേണ്ടി the corporate tax law is saying ഈ related party എന്ന് വെച്ചാൽ it can be they come under the definition of related party if they are within 4th degree of kinship. എന്ന് വെച്ചാൽ 4 generations up, down, sideways. അതായത് it can go up to my great grandparents. I think even more than that. ഒന്ന് വരച്ച് നോക്കേണ്ടി വരും. Or great grandchildren. It can also go to my great grand uncle, spouses, brothers or wives. My goodness. Children's spouses. All right. അപ്പോൾ it's a big tree actually. So they have a കൃത്യമായിട്ട് പറയണമെങ്കിൽ to this എനിക്ക് അതൊന്ന് നോക്കേണ്ടി വരും, to be honest. Okay. Whether we are coming in this 4th degree of kinship. But if somebody is not declaring it, still it can be identified or what? Now that again is a very good point actually that you brought. അതായത് നമ്മൾ ഈ മാം ഉപയോഗിച്ച വാക്ക് if we declare it. Now ഈ പറയുന്ന കോർപ്പറേറ്റ് ടാക്സ് ഫോർ ഇൻഫാക്ട് നമ്മുടെ വാറ്റ് ആയാലും കോർപ്പറേറ്റ് ടാക്സോ വാറ്റ് ആയാലും ഈ 2 ടാക്സ് ഫയലിങ്ങോ ടാക്സ് റിട്ടേൺ നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സെൽഫ് അസസ്മെന്റ് ടാക്സ്. അതായത് നമ്മൾ തന്നെ അങ്ങോട്ടേക്ക് പറയുന്നതാണ്. Now we get to choose what has to be put out, what shouldn't be put out. All right. പക്ഷെ നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ട്, we have to give full true and fair view without keeping aside any details. All right. അപ്പോൾ മാം പറഞ്ഞ ക്വസ്റ്റിന്റെ
റെസ്പോൺസ് ആയിട്ട് വി ഹാവ് ടു ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ്. Declare it, നമ്മളായിട്ട് തന്നെ അങ്ങോട്ടേക്ക് പറയേണ്ടി വരും, അവരിങ്ങോട്ടേക്ക് ചോദിക്കുന്നതിന് മുന്നേ. അവരിങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചിട്ട് തപ്പി പിടിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി എനിക്ക് പറയണ്ടല്ലോ, ഇറ്റ് ഇസ് എ കംപ്ലയൻസ് ഇഷ്യൂ. അവർ തന്നെ നമുക്ക് ഫൈൻ പെനൽറ്റീസ് ഇമ്പോസ് ചെയ്യും. ഓൾറൈറ്റ്. അപ്പം എന്തായാലും ഒന്നുകൂടി ഇപ്പോൾ പറഞ്ഞത് പെട്ടെന്നെല്ലാം മറ്റേ ഒക്കെ മിന്നി പോയെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയട്ടെ. 4 ജനറേഷൻ സൈഡ് വേസ്, അപ്പ് വേസ്, ഡൗൺവേർഡ്സ് ഒക്കെ ഉള്ള റിലേഷൻസ്, ഇൻലോസ് ആകട്ടെ, സിംപ്ലി ഗൂഗിളിൽ തപ്പിയാൽ മതി ഓർ ഹിയർ 4th degree of kinship. ഓക്കെ, 4th degree of kinshipുമായിട്ടുള്ള ഡീലിങ്സ് ഒക്കെ ഈ പറയുന്ന പോലെ വന്നേക്കും അല്ലേ? റൈറ്റ്. അപ്പോൾ ഇനി ഇപ്പോൾ ഓണേഴ്സ് സാലറി എടുക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ക്യാൻ ഓണേഴ്സ് ടേക്ക് സാലറി? അത് എക്സ്പെൻസ് ആയിട്ട് വരുമോ? അതെങ്ങനെയാണ് അതിനെ കോർപ്പറേറ്റ് ടാക്സ് കാണുന്നത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി എനിക്ക് ട്രാൻസ്ഫർ പ്രൈസിംഗ് ആയിട്ട് തന്നെ ലിങ്ക് ചെയ്യേണ്ടി വരും. കാരണം ട്രാൻസ്ഫർ പ്രൈസിംഗ് ഇസ് നമ്മളൊരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് പാർട്ടി ആയിട്ട് ഡീൽ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന ഓണർക്ക് വേണ്ടിയിട്ടുള്ള സാലറി എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് സ്റ്റിൽ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ. കാരണം ദ കമ്പനി ആൻഡ് ദി ഓണർ ആർ റിലേറ്റഡ് പാർട്ടീസ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഇപ്പം ഒരു കമ്പനിയുടെ ഓണർ ക്യാൻ ടേക്ക് എ സാലറി പ്രൊവൈഡഡ് ഒരു സബ്സ്റ്റൻസ് ഉണ്ട് ഇതിൽ. അതായത് പുള്ളി ഹീസ് എ വർക്കിംഗ് പാർട്ട്ണർ, he's actually performing his duties, he has an agreement with the company, ഒരു ഫിക്സ് സാലറി, ഫിക്സ്ഡ് ബേസ് ആയിട്ട് എടുക്കുന്നുണ്ട്. and this salary should be a fair market value. അതായത് ഒരു സിയുടെ സ്ഥാനത്തിൽ പുള്ളി തന്നെ നിൽക്കുക, പുള്ളിയല്ല മറിച്ച് ഒരു തേർഡ് പാർട്ടി നിൽക്കുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എത്ര കൊടുക്കുമായിരുന്നു to a third party? how much would you have paid him? to the extent of that, not exactly the same, but ഒരു ബോൾ പാക്ക്, ഒരു 5% അപ്പ് ഓർ ഡൗൺ ആവും, ചെറിയൊരു വേരിയൻസിലാവാം. ബട്ട് ഏകദേശം ആ ഒരു റേഞ്ചിലാണോ പുള്ളി തന്നെ ഒരു സാലറി എടുക്കുന്നത്? ഇഫ് യെസ്, വെൽ ആൻഡ് ഗുഡ് ഫോർ ഹിം, ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് എ മാനേജർ. വി ക്യാൻ ആക്ച്വലി ബുക്ക് ഇറ്റ് അപ്പ്. ബട്ട് കുറെ കണ്ടീഷൻസ് ഉണ്ട്. റീസൺസ് ഹാവ് ടു ബി ചെക്ക്ഡ്. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഹാസ് ടു ബി ചെക്ക്ഡ്. ഈ ട്രാൻസ്ഫർ പ്രൈസിംഗ് ചെക്ക് ചെയ്യുമ്പോൾ വെറും പുള്ളി എടുക്കുന്ന ഈ സാലറി പുറത്തുള്ള ആൾക്ക് കൊടുക്കുവാണോ എന്നുള്ള നോക്കുന്നത്. ബട്ട് വി ആർ ചെക്കിംഗ്, is he deserving it? പുള്ളി ചെയ്യുന്ന ഈ ആക്ടിവിറ്റി, പുള്ളി ചെയ്യുന്ന ഫങ്ഷൻസ്, പുള്ളി ചെയ്യുന്ന റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, ഇതൊക്കെ ഈ സാലറി ആയിട്ട് അലൈൻ ചെയ്യുന്നുണ്ടോ? ഇഫ് യെസ്, ഗോ ഹെഡ് ബൈ ഓൾ മീൻസ് ആൻഡ് ടേക്ക് ഇറ്റ്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ അത് ഡിസലവ് ചെയ്ത് എൻ്റെ പ്രോഫിറ്റിലോട്ട് എനിക്ക് തിരിച്ച് ആഡ് ചെയ്യേണ്ടി വരും. എങ്ങനെ ഈ മാർക്കറ്റ് വാല്യൂ അനലൈസ് ചെയ്യാൻ സാധിക്കുക? ദാറ്റ് അഗൈൻ ഇപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ആക്ടിവിറ്റി യു ആർ ലുക്കിംഗ് ഇൻടു. ഫോർ എക്സാമ്പിൾ, മാം ഇപ്പം ചോദിച്ചു നമ്മുടെ സാലറിയുടെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ക്വൈറ്റ് ഹാർഡ് ടു പിൻ പോയിന്റ്. കാരണം ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുവാണെങ്കിൽ, ഒരു ഐറ്റം, മെറ്റീരിയൽ, ഒരു പ്രോഡക്റ്റിന് എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഈസിയർ. അതായത് എനിക്ക് മാർക്കറ്റിൽ തപ്പി ഈ ഒരു സെയിം ഐറ്റം പ്രൈസ് എത്രയ്ക്കാണ് പോകുന്നത്, ഈ ഒരു സർവീസ് എത്രയ്ക്കാണ് പുറത്ത് ആക്ച്വലി പോകുന്നത്, എനിക്കതൊരു ബെഞ്ച് മാർക്കായിട്ട് നോക്കിയിട്ട് പറയാം ഇതാണ് ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ്. മറിച്ച് നമ്മുടെ സാലറീസിന്റെ കേസ് വരുമ്പോൾ ഇച്ചിരി ബ്രോഡാണ്. ഓരോരോ കമ്പനി അനുസരിച്ചിരിക്കും. കമ്പനിയുടെ വലിപ്പം നോക്കിയിട്ട്, കമ്പനിയിൽ എത്ര ആൾക്കാരുണ്ട്, ഇയാളുടെ പൊസിഷൻ എന്താന്ന് നോക്കിയിട്ട്, ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എന്താണെന്ന് നോക്കിയിട്ട്, പുള്ളി ചെയ്യുന്ന റോൾസ്, ആക്ടിവിറ്റീസ്, റെസ്പോൺസിബിലിറ്റി എന്താന്ന് നോക്കിയിട്ട്, പുള്ളിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, പുള്ളിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഓൾ ദീസ് ഐറ്റംസ് ഹാസ് ടു ബി ലുക്ക്ഡ് ഇൻടു. ഇതെല്ലാം നോക്കിയിട്ട് ഒരു തേർഡ് പാർട്ടി ഡേറ്റ ബേസിൽ ചെക്ക് ചെയ്ത്, കുറെ HR കൺസൾട്ടൻസ് ആയിട്ട് ചെക്ക് ചെയ്ത്, എ പേഴ്സൺ ഓഫ് ദിസ് ക്രൈറ്റീരിയ പുള്ളിക്ക് എത്രയാണ് മാർക്കറ്റിൽ ഒരു സാലറി റേഞ്ച്, ഒരു വില ഉള്ളത്, അതൊരു ബെഞ്ച് മാർക്കിംഗ് എടുത്ത് നമുക്ക് നോക്കേണ്ടി വരും. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി കമ്പയർ ടു എ പ്രോഡക്റ്റ്, ബട്ട് ഇറ്റ് സ്റ്റിൽ ക്യാൻ ബി ഡൺ ഓവർ ഹിയർ. ആൻഡ് കമ്മിങ് ടു ദി സാലറി തിങ് അഗൈൻ, previously we did mention that ഒരു കമ്പനിയുടെ ഓണർ ക്യാൻ ടേക്ക് ദി സാലറി. Now when I say company, business owners should keep this in mind. അതായത് നിങ്ങൾക്കൊരു സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കമ്പനി, ഒരു ഫ്രീലാൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ദ ലോ ഇസ് വെരി ക്ലിയർ ദാറ്റ് ഈ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ്സിന് ദി സോ കോൾഡ് സാലറി വിൽ നോട്ട് ബി അലൗഡ് ആസ് എൻ എക്സ്പെൻസ്. കാരണം സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, ദി ഓണർ ആൻഡ് ദ കമ്പനി ആർ വൺ person or one entity. They are not separate. മറിച്ച് ഞാനൊരു LLC കമ്പനി, ഒരു ഫ്രീ സോൺ കമ്പനിയിലോട്ട് നീങ്ങുവാണെങ്കിൽ ഓണർ ആൻഡ് ദ കമ്പനി ആർ ടു സെപ്പറേറ്റ് പീപ്പിൾ. അപ്പോൾ എനിക്കൊരു അഗ്രിമെന്റ്, സെപ്പറേറ്റ് ക്രൈറ്റീരിയസ്, കണ്ടീഷൻസ് ഒക്കെ വെച്ച് ബാക്കി കണ്ടീഷൻസ് എല്ലാം നോക്കിയിട്ട് എനിക്കൊരു സാലറി ബുക്ക് ചെയ്യാം. സോ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബാഡ് ന്യൂസ്. You cannot be taking it even if it is a market value. കാരണം the concept does not permit. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കുറെ നുക്സ് ആൻഡ് കോർണേഴ്സ് അതർ. അപ്പോൾ
ടാക്സ് ഫയലിംഗ് ചെയ്യുമ്പോൾ ഓരോ ചോദ്യം ഇങ്ങനെ അവരിങ്ങോട്ടേക്ക് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, അയ്യോ ഇതെന്താ, ഇത് നോക്കണ്ടേ, ഇതിങ്ങനെയാണോ. ദാറ്റ്സ് വെൻ ദ ബിസിനസ് ഓണേഴ്സ് അവർ അക്കൗണ്ടൻസ് അത്രയും ഡീറ്റെയിലോട്ടൊന്ന് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അതെ അതെ. അപ്പം എന്തായാലും ഇതുപോലെ വളരെ ക്വാളിറ്റി സർവീസ് കിട്ടുന്നതാണ് ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന്. അപ്പോൾ CA ജേസന്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ഡയറക്ട്ലി റീച്ച് ചെയ്യാൻ ആഗ്രഹം തോന്നുന്നുണ്ടാകും. യു ക്യാൻ കോൺടാക്ട് ഹിം ഓൺ 056-693-6999. ഈ നമ്പറിലേക്ക് റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഹിസ് അപ്പോയിൻമെൻറ്റ്, യു ക്യാൻ ടോക്ക് ടു ഹിം, ഗെറ്റ് ദ ഗൈഡൻസ് യു വോണ്ട്. എന്ത് സംശയം വേണേലും മടിക്കാണ്ട് വിളിക്കുക. ഓൾറൈറ്റ്. എന്തായാലും ബിഫോർ വി വൈൻഡ് അപ്പ് ദ ഷോ, വുഡ് യു ലൈക്ക് ടു ഗിവ് എനി ഗോൾഡൻ ടിപ്പ് ഫോർ ദ ഡേ? Definitely, actually. Let's try to link it with ഇന്നത്തെ ടോപ്പിക് തന്നെ. ഇന്നത്തെ ചോദ്യം ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ, ഐ തിങ്ക് വി സ്പോക്ക് അബൌട്ട് CT റിട്ടേണിന്റെ ലെങ്തിനെസ് ഓർ ദ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് അത് ചോദിക്കുന്നത്. നമുക്ക് ട്രാൻസ്ഫർ പ്രൈസിന്റെ കാര്യം ഒന്ന് തൊട്ടു, ഓണറിന് സാലറി എടുക്കാൻ പറ്റുമെന്ന് തൊട്ടു, ആൻഡ് ഈ ട്രാൻസ്ഫർ പ്രൈസിങ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വാല്യൂ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് തൊട്ടിട്ടുണ്ട്. ഫ്രോം എ കംപ്ലയൻസ് പെർസ്പെക്റ്റീവ് ഒരു ഗോൾഡൻ ടിപ്പ് എന്ന് വെച്ചാൽ, എസ്പെഷ്യലി ഇൻ ദി ഇനീഷ്യൽ ഇയേഴ്സ് നമുക്കൊരു പുതിയ റെഗുലേഷൻ റൂൾസ് ആർ കമ്മിങ് ഔട്ട്. കംപ്ലയൻസ് ഇസ് കീ. അപ്പോൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഗെറ്റ് അറ്റ്ലീസ്റ്റ് ദ ഫസ്റ്റ് ഫയലിംഗ് ഡൺ റൈറ്റ്. എക്സ്ട്രാ കോഷ്യസ് ആയിട്ട്, എക്സ്ട്രാ വിജിലൻ്റ് ആയിട്ട് നമ്മുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തേ പറ്റൂ, എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്. കാരണം തെറ്റുപറ്റിയാൽ ഇറ്റ് ക്യാൻ ഹാവ് big implications on you. Whenever we go to the government and say that, or whenever we go to the authority and say that നമ്മൾ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, they will say അത് നിങ്ങളുടെ കുഴപ്പമാണ്. Ignorance of law is not an excuse over here. അപ്പോൾ 1.5 കൊല്ലം ടൈം തന്നിട്ടുണ്ട്. The golden tip over here would be compliance. ഒന്നെങ്കിൽ train the accountants, train the owners. If you don't have the enough capability for it, always go for an outsourced person. And they will have expertise, they will be able to help you. So compliance either way, ഒന്നെങ്കിൽ in house അല്ലെങ്കിൽ outsource ചെയ്യുവാണെങ്കിൽ, make sure your first couple of filings are done perfect. All right, thank you so much CA Jason. It was wonderful having you with us for this show. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആണ് ഈ ഷോ എന്ന് ഒരുപാട് ഫീഡ്ബാക്സും അറിയാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. യെസ്, അപ്പോൾ എക്സ്പേർട്ട് അഡ്വൈസിൽ അടുത്ത എപ്പിസോഡിൽ കാണുന്നുണ്ടാകും. ദിസ് ഇസ് ഡയന സുമൻ signing off the show with CA Jason Mandapathil. Keep watching NTV. God bless you all.